Hi all, welcome back to my classes. ഇന്ന് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. യൂണിഫോം മോഷൻ, സ്പീഡ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഇപ്പോൾ റെസ്റ്റും മോഷനൊക്കെ എന്താണെന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിഫോം മോഷൻ, സ്പീഡ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. So the first topic is uniform motion. എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം? ഫിസിക്സിൽ യൂണിഫോം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആക്ച്വലി കോൺസ്റ്റൻ്റ് എന്നാണ്. സോ യൂണിഫോം മോഷൻ മീൻസ് കോൺസ്റ്റൻ്റ് മോഷൻ. അതായത് ആ ബോഡിയുടെ സ്പീഡ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിലെന്ത് വരില്ല? സ്പീഡിൽ ചേഞ്ച് വരില്ല. അതായത് എപ്പോഴാണ് ഒരു ബോഡി യൂണിഫോം മോഷനിലാണെന്ന് പറയാം? ഇഫ് ദ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു കാറോ ബസ്സോ എന്തെങ്കിലും ആവട്ടെ, ആ ഒബ്ജക്റ്റ് ഈക്വലായിട്ടുള്ള ടൈം ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ആദ്യത്തെ 5 മിനിറ്റിൽ 2 കിലോമീറ്ററാണ് ആ ബോഡി കവർ ചെയ്യുന്നതെങ്കിൽ പിന്നത്തെ 5 മിനിറ്റിലും 2 കിലോമീറ്റർ ദൂരം തന്നെയാണ് സഞ്ചരിക്കുക. നെക്സ്റ്റ് 5 മിനിറ്റ്സിലും 2 കിലോമീറ്റർ ദൂരം തന്നെയാണ് ആ വസ്തു സഞ്ചരിക്കുക. അപ്പോൾ അതാണ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് മോഷൻ. സ്പീഡിൽ എന്തുണ്ടാവില്ല? ഒരിക്കലും ചേഞ്ച് ഉണ്ടാവില്ല. ഈക്വൽ സമയം എടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് എന്ത്? സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്റ്റ് ടു ടൈം, അല്ലെങ്കിൽ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സമയത്തിനനുസരിച്ച് ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ അല്ലെങ്കിൽ സ്ഥലത്തിന് വരുന്ന മാറ്റം. അതായത് സ്പീഡ് നമ്മളിവിടെ സമയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു വസ്തു ഒരു 10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. ആ 10 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ആ വസ്തു എടുത്ത സമയം 1 മണിക്കൂറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 1 അവർ. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബോഡി 5 മണിക്കൂറിൽ 30 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 30/5. എന്താ അതിൻ്റെ അർത്ഥം? യൂണിറ്റ് ടൈമിൽ എത്ര ദൂരം ആ വസ്തു സഞ്ചരിക്കുന്നു. അപ്പോൾ സ്പീഡ് എപ്പോഴും യൂണിറ്റ് ടൈമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പറയുക. എത്രയോ ഡിസ്റ്റൻസ് എത്രയോ സമയം കൊണ്ട് ഒരു ബോഡി സഞ്ചരിച്ചു, അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞത് എന്താണ്? യൂണിറ്റ് ടൈമിൽ ആ ബോഡി എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. ആ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലത്തിനും സിറ്റുവേഷനും യൂണിറ്റ്സിനും അനുസരിച്ച് 1 അവർ ആവാം, അല്ലെങ്കിൽ 1 മിനിറ്റ് ആവാം, അല്ലെങ്കിൽ 1 എന്തായിരിക്കും? സെക്കൻഡ് ആവാം. നമ്മുടെ SI യൂണിറ്റുകളുടെ ഒരു കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ യൂണിറ്റ് സെക്കൻഡിൽ, അതായത് 1 സെക്കൻഡിൽ ആ ബോഡി എത്ര ദൂരം കവർ ചെയ്യുന്നു, അതാണ് എന്ത്? സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡിനെ നമ്മൾ സ്മോൾ v കൊണ്ടാണ് സാധാരണ ഡിനോട്ട് ചെയ്യുക. സ്പീഡിൻ്റെ അപ്പോൾ കറക്റ്റായിട്ടുള്ള ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് by total time taken. Distance traveled
അതിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ടൈമിൽ ആ ബോഡി സഞ്ചരിച്ച ദൂരം നമുക്ക് കിട്ടും. അതാണ് എന്ത്, ആ ബോഡിയുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസിന് സാധാരണ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സ്മോൾ ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. അത് പല ബുക്സിലും പല പോലെ ആയിരിക്കും. ടൈമിനെ സാധാരണ സ്മോൾ ടി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ദെർഫോർ വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. അതാണ് സ്പീഡിൻ്റെ ഫോർമുല. സ്പീഡിന് പല യൂണിറ്റുകളുണ്ട്. സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റിൽ സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ആണ്. ഈ ഡിവൈഡഡ് ബൈന് പറയുന്ന വേറെ പേരാണ് എന്ത്, പെർ. സോ ദ യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്ററിൻ്റെ സിമ്പൽ സ്മോൾ എം ആണ്, സെക്കൻഡിൻ്റെ സിമ്പൽ സ്മോൾ എസ് ആണ്. സോ എം ബാർ എസ്. സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചു, സ്കേലാർ ക്വാണ്ടിറ്റീസ് പഠിച്ചു ഇല്ലേ? ആ സ്കേലാർ ക്വാണ്ടിറ്റിയിൽ പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് സ്പീഡ്. കാരണം എന്താ, ഇവിടെ നമുക്ക് ആ വസ്തു മൂവ് ചെയ്യണതിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇനിയും ഈ സ്പീഡ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. യൂണിഫോമും ഉണ്ട്, നോൺ യൂണിഫോമും ഉണ്ട്. ഇപ്പോൾ യൂണിഫോം മോഷൻ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐഡിയ? കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ സ്പീഡിൽ ഒരിക്കലും എന്ത് വരില്ല, മാറ്റം വരില്ല. അതായത് എന്താണ് മുമ്പ് പഠിച്ചത് തന്നെ, ഒബ്ജക്റ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, ദെൻ ഈ സ്പീഡ് ഈസ് കോൾഡ് എന്താണ്, യൂണിഫോം സ്പീഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോൺ യൂണിഫോം സ്പീഡിൻ്റെ വേറെ പേരാണ് വാരിയബിൾ സ്പീഡ്. ഇവിടെ എന്താ ഡിഫറൻസ് വരുന്നത്? ഈക്വൽ ടൈം ഇൻ്റർവെൽസ് നമ്മൾ എടുത്താലും ആ ഓരോ ഈക്വൽ ടൈം ഇൻ്റർവെൽസിലും ബോഡി കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് പലപ്പോഴും പലതായിരിക്കും. അത് എക്സാമ്പിൾ, ആദ്യത്തെ 5 മിനിറ്റിൽ ചിലപ്പോൾ ആ ബോഡി 3 കിലോമീറ്റർ പോയിണ്ടാവും. പിന്നത്തെ 5 മിനിറ്റിൽ ചിലപ്പോൾ 4 കിലോമീറ്റർ പോയിണ്ടാവും. പിന്നത്തെ 5 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്ററാണ് പോയിണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ബോഡി കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ്. എന്തിൽ? ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഒരേ ഇൻ്റർവെൽ സമയം എടുത്തിട്ട് ആ ഓരോ ഇൻ്റർവെല്ലിലും ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ചേഞ്ച് വരികയാണെങ്കിൽ അതിന് പറയുന്നതാണ് നോൺ യൂണിഫോം അല്ലെങ്കിൽ വാരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് അല്ലാത്ത സ്പീഡ്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് എന്ത്? ഏവറേജ് സ്പീഡ്. ഏവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോഡി 2ൽ കൂടുതൽ സ്പീഡുകളിൽ സഞ്ചരിക്കുന്നു. അതായത് കുറച്ച് നേരം V1 എന്ന് പറഞ്ഞ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്, പിന്നെ കുറച്ച് നേരം V2 എന്ന് പറഞ്ഞ വേറൊരു സ്പീഡിലാണ് ആ ബോഡി സഞ്ചരിക്കുന്നത്, പിന്നെ കുറച്ച് നേരം V3 എന്ന് പറഞ്ഞ വേറൊരു സ്പീഡിലായിരിക്കും ആ ബോഡി എന്ത് ചെയ്യുക, സഞ്ചരിക്കുക. എക്സാമ്പിൾ. അപ്പോൾ നമുക്കറിയാം സ്പീഡ് ഡിഫറൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസുകളും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ V1 സ്പീഡിൽ അതൊരു S1 ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക, V2 ട്രാവലിലൊരു S2 ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ V3 എന്ന് പറഞ്ഞ സ്പീഡിൽ അതൊരു S3 ഡിസ്റ്റൻസ് ആയിരിക്കുന്നുണ്ടാവുക ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ പല സമയത്തും പല സ്പീഡുകളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരു വസ്തുവിൻ്റെ, അപ്പോൾ ആ വസ്തുവിന് എന്താ പ്രത്യേകത? അത് പല സമയത്തും പല സ്പീഡിലാണ് എന്ത് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ അതിൻ്റെ സ്പീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഈ എല്ലാ സ്പീഡുകളുടെയും ആവറേജ് എടുത്തിട്ടാണ് നമുക്കതിന് ആ ബോഡിയുടെ ഏകദേശം സ്പീഡ് ഇത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ആവറേജ് സ്പീഡ് ഉപയോഗിക്കുക. ആവറേജ് സ്പീഡിൻ്റെ ഫോർമുലയാണ് എന്ത്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം എന്താണ് ടേക്കൺ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്യുക.
അപ്പോൾ S1 പ്ലസ് S2 പ്ലസ് S3 3 ഡിസ്റ്റൻസ് ആണുള്ളതെങ്കിൽ, അതേപോലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം T1, പിന്നത്തെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം T2, പിന്നത്തെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം T3 ആണെങ്കിൽ ടോട്ടൽ ടൈം എന്താ വരിക? T1 പ്ലസ് T2 പ്ലസ് T3. ചുരുക്കി പറഞ്ഞാൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എപ്പോഴാണ് വരുന്നത്? പല സമയങ്ങളിലും ആ ബോഡി പല സ്പീഡുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം നമുക്ക് എന്ത് ചെയ്യണം? ആ ബോഡിയുടെ ഏകദേശം ഒരു സ്പീഡ് എന്ത് ചെയ്യണം? പറയണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ആവറേജ് സ്പീഡ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുക. എന്താ അതിൻ്റെ ഫോർമുല? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോഡി ഇൻ ഹോൾ ജേർണി ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, യൂണിറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെ, കാരണം ഇതെല്ലാം സ്പീഡാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ യൂണിറ്റ് സെയിം ആണ്. അതേപോലെ ഇതെല്ലാം എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. നെക്സ്റ്റ് കൺസെപ്റ്റാണ് എന്ത്? വെലോസിറ്റി. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി? സ്പീഡ് വിത്ത് ഡെഫിനിറ്റ് ഡയറക്ഷൻ. അതായത് സ്പീഡിൻ്റെ ഒപ്പം ആ ബോഡി പോകുന്ന കറക്റ്റ് ഡയറക്ഷനും കൂടിയും പറയാൻ പറ്റുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? വെലോസിറ്റി ആയിട്ട് മാറും. അതാണ് ഞാൻ ബോർഡിൽ എഴുതിയേക്കുന്നത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്പീഡ് വിത്ത് ഡെഫിനിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി സ്പീഡ് വിത്ത് ഡെഫിനിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഡയറക്ഷനും കൂടിയുള്ള ക്വാണ്ടിറ്റി ആയ കാരണം കൊണ്ട് അതെന്തായിരിക്കും? നേരത്തെ നമ്മൾ പഠിച്ചു, വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്കറിയാം സ്പീഡിൻ്റെ ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ വെലോസിറ്റിയുടെ ഫോർമുല എന്തായിരിക്കും? ചെറിയൊരു ഡിഫറൻസ് വരും. ഡിസ്റ്റൻസ് സ്കേലാറാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വെക്റ്റർ ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം. അപ്പോൾ ഡിസ്റ്റൻസിന് പകരം ആര് വരും? ഡിസ്പ്ലേസ്മെൻറ്റ് വരും. ടൈമിന് ചേഞ്ച് ഇല്ല. കാരണം എന്താ? ടൈം എപ്പോഴും എന്താണ്? സെയിം തന്നെയാണ്. മീൻസ് ടൈം എപ്പോഴും ഒരു സ്കേലാർ എന്താണ്? ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സ്പീഡിൻ്റെ ഫോർമുല ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണെങ്കിൽ വെലോസിറ്റിയുടെ ഫോർമുല എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആയിരിക്കും. ഓക്കെ, വെലോസിറ്റിക്ക് നമുക്ക് സ്മോൾ വി എന്ന് കൊടുക്കാം. ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് എസ് എന്നോ അല്ലെങ്കിൽ ഡി എന്നോ കൊടുക്കാം. ടൈമിന് സ്മോൾ ടി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. ഇനി ഈ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? സ്പീഡിൻ്റെ യൂണിറ്റ് തന്നെ ആയിരിക്കും. കാരണം എന്താ? സ്പീഡിൻ്റെ ഒപ്പം ഡയറക്ഷനും കൂടിയും പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് മാറില്ല? യൂണിറ്റ് മാറില്ല. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്, SI യൂണിറ്റ്. ഓക്കെ, ഇനി നമ്മൾ സ്പീഡിൽ പഠിച്ച പോലെ തന്നെ വെലോസിറ്റിയിലും എന്തൊക്കെയുണ്ട്? യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, അതേപോലെ ആവറേജ് വെലോസിറ്റി ആൻഡ് എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ എന്താണ് യൂണിഫോം വെലോസിറ്റി? ഇഫ് ദ ഒബ്ജക്റ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അതായത് ഈക്വൽ സമയങ്ങളുടെ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിലും നമ്മുടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം? സെയിം ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? കവർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്തിലാന്ന് പറയാം? ഇറ്റ് ഈസ് മൂവിങ് വിത്ത് ദ യൂണിഫോം വെലോസിറ്റി. സോ ഇഫ് എൻ ഒബ്ജക്റ്റ് കവേഴ്സ് equal displacements in equal interval of time, then it is said to be moving with uniform velocity. ഞാൻ പറഞ്ഞു യൂണിഫോം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? കോൺസ്റ്റൻറ്റ്. സോ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. നെക്സ്റ്റ് ടേം ആണ് എന്ത്? നോൺ യൂണിഫോം വെലോസിറ്റി. സ്പീഡിൻ്റെ കേസ് പോലെ തന്നെ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കില്ല? കോൺസ്റ്റൻറ്റ് ആയിരിക്കില്ല. അതായത് ഈക്വൽ ടൈം ഇൻ്റർവെല് നമ്മളെടുത്താലും ആ ഓരോ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിലും ബോഡി കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റുകൾ എന്തായിരിക്കും? ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരേ ടൈം ഇൻ്റർവെൽ എടുത്താലും ആ സെയിം ടൈം ഇൻ്റർവെൽസിൽ ബോഡി പലപ്പോഴും പല ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത് നോൺ യൂണിഫോം വെലോസിറ്റിയാണ്, അല്ലെങ്കിൽ എന്താണ്? വാരിയബിൾ വെലോസിറ്റിയാണ്. ദാറ്റ് മീൻസ് if an object undergoes unequal displacements, ശ്രദ്ധിക്കണം, unequal displacements in equal interval of time, then it is said to be moving with a non-uniform or variable velocity. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് എന്ത്? ആവറേജ് വെലോസിറ്റി. സ്പീഡിൻ്റെ കേസിൽ പോലെ തന്നെ ആ ബോഡി
പല സമയങ്ങളിലും പല വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ വെലോസിറ്റി ഒരു സിംഗിൾ ടേം ആയിട്ട് ഏകദേശം ഇത്രയാണ് വെലോസിറ്റി എന്ന് പറയണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആവറേജ് വെലോസിറ്റിയാണ് യൂസ് ചെയ്യുക. ആവറേജ് സ്പീഡിൻ്റെ ഫോമുല എന്തായിരുന്നു? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇപ്പോൾ ഇവിടെ എന്ത് വ്യത്യാസം വരിക? ഡിസ്റ്റൻസിന് പകരം ആര് വരും? ഡിസ്പ്ലേസ്മെൻറ്റ് വരും. Therefore ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതാണ് ആവറേജ് എന്താണ്? വെലോസിറ്റി. ഇനി നെക്സ്റ്റ് ഒരു കൺസെപ്റ്റാണ് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞ അർത്ഥം സാധാരണ നമ്മൾ യൂസ് ചെയ്യുക ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി വേറെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അതായത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് വൺ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് രണ്ട് ബോഡീസും മൂവ് ചെയ്യായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കാറ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ബാക്കിലായിട്ട് വേറൊരു കാറും പോകുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കിലത്തെ കാറ് ഫ്രണ്ടിലത്തെ കാറിനെ ഓവർടേക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഫ്രണ്ടിലത്തെ കാറ് കൂടുതൽ വെലോസിറ്റിയിലാണ് പോകുന്നത്, ബാക്കിലത്തെ കാറോ കുറവ് വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പോൾ സപ്പോസ് ഫ്രണ്ടിലത്തെ കാറ് 50 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകണമെന്ന് വിചാരിക്കുക, ബാക്കിലത്തെ കാറോ 30 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്. ഇപ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഫ്രണ്ടിലത്തെ കാറ് 50 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു, ബാക്കിലത്തെ കാറോ 30 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു. പക്ഷേ ഫ്രണ്ടിലത്തെ കാറിലിരിക്കുന്ന ആളെ സംബന്ധിച്ച് ബാക്കിലത്തെ കാറിൻ്റെ അവസ്ഥ എന്താ? ഫ്രണ്ടിലത്തെ കാറിനെക്കാട്ടിയും 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എന്താണ്? കുറവാണ്. അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ കാറിനെ ബാക്കിലത്തെ കാറിൽ ഇരിക്കുന്ന ആൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുക? ബാക്കിലത്തെ കാറിനെക്കാട്ടിയും 20 മീറ്റർ പെർ സെക്കൻഡ് കൂടുതൽ വെലോസിറ്റിയിലാണ് ആര് ട്രാവൽ ചെയ്യുന്നത്? ഫ്രണ്ടിലത്തെ കാറ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകളും മൂവ് ചെയ്യുമ്പോഴാണ് ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെ ആവശ്യം സാധാരണ വരിക. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെ കിട്ടുക? രണ്ട് ബോഡീസിൻ്റെയും വെലോസിറ്റീസ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ദറ്റ് ഈസ് വെലോസിറ്റി ഓഫ് സെക്കൻഡ് ബോഡി മൈനസ് വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോഡി, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ബോഡി മൂവിങ് ഇൻ ഫ്രണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബോഡി മൂവിങ് ഇൻ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ രണ്ട് ഒബ്ജക്റ്റും തമ്മിലുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ആ ചേഞ്ച് ഇൻ വെലോസിറ്റിനെ പറയുന്നതാണ് എന്ത്? റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ പറയുക, ഒരു ഒബ്ജക്റ്റ് എയും വേറൊരു ഒബ്ജക്റ്റ് ബിയും ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എ വിത്ത് റെസ്പെക്ട് ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി, വി എ മൈനസ് വി ബി. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് ഡിസ്റ്റൻസിന് പോസിറ്റീവ് വാല്യൂ മാത്രമേ വരുള്ളൂ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതൊരു വെക്റ്ററായ കാരണം കൊണ്ട് അത് മൂവ് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്തൊക്കെ വാല്യൂ വരാം? പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. മൂവ് ചെയ്യണില്ലെങ്കിലോ ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെൻറ്റിനും വാല്യൂ 0യും വരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അപ്പോൾ അതുകൊണ്ട് അതിനെപ്പോഴും പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരുള്ളൂ മൂവ് ചെയ്യുമ്പോൾ. പിന്നെ മൂവ് ചെയ്യണില്ലെങ്കിൽ എന്താണ്? സ്പീഡ് 0 ആയിരിക്കും. അതേസമയം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. കാരണം എന്താ? നേരത്തെ മൂവ് ചെയ്ത ഡയറക്ഷൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണത് പിന്നെ മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ
വെലോസിറ്റി എന്താവും, നെഗറ്റീവ് ആവും. കാരണം നമ്മളെന്താ ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്യണം. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഒരു ബോഡി മൂവ് ചെയ്യാത്ത സമയത്ത് അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ വെലോസിറ്റിക്ക് പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം, 0യും വരാം. സ്പീഡിന് പോസിറ്റീവ് വാല്യൂവും പിന്നെ 0യും മാത്രമേ വരുള്ളൂ. ഒരിക്കലും എന്ത് വരില്ല, നെഗറ്റീവ് വാല്യൂ വരില്ല. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് എന്ത്, ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൺസെപ്റ്റ്? ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. അതായത് യൂണിറ്റ് ടൈമിൽ വെലോസിറ്റിയിൽ എത്ര ചേഞ്ച് വരുന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വെലോസിറ്റിയിൽ ചേഞ്ച് വരണമെങ്കിൽ ആ മൂവ്മെൻ്റ് എന്തായിരിക്കണം, നോൺ യൂണിഫോം ആയിരിക്കണം. നോൺ യൂണിഫോം മൂവ്മെൻ്റ് ആണെങ്കിലാണ് എന്ത് വരുള്ളൂ, വെലോസിറ്റിയിൽ ചേഞ്ച് വരുള്ളൂ. അപ്പോൾ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് യൂണിറ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റിയിൽ എത്ര ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ബോഡിയിലെ വെലോസിറ്റി കൂടി വരികയാവും ടൈമിനനുസരിച്ച്. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എന്താണ്, പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ, വെലോസിറ്റി നമ്മുടെ വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ആക്സിലറേഷനും എന്തായിരിക്കും, വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതേസമയം ചില സമയം ഒരു ബോഡി സ്റ്റാർട്ടിങ്ങിൽ നല്ല സ്പീഡായിരിക്കും, പിന്നെ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവായിട്ടുള്ള ആക്സിലറേഷനെ പറയുന്ന പേരാണ് എന്ത്, റിട്ടാർഡേഷൻ. ഓക്കെ. അപ്പോൾ ആക്സിലറേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സാധാരണ സ്മോൾ എ ആണ് യൂസ് ചെയ്യുക. ആക്സിലറേഷൻ്റെ ഫോർമുലയാണ് എന്ത്, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എന്താണ്, ടൈം. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റിനെ നമ്മൾ സാധാരണ ഡെൽറ്റ വി ബോഡിയിൽ കാണാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ചേഞ്ച് ഇൻ ടൈം അല്ലെങ്കിൽ ടൈം ഇൻ്റർവെലിനെ നമ്മൾ ഡെൽറ്റ ടി കൊണ്ടാണ് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്ക് ബോർഡുമ കാണാം. ദ ഫോർമുല ഓഫ് ആക്സിലറേഷൻ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, അതായത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അപ്പോൾ ആ ഫോർമുലയിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് എന്ത് മനസ്സിലായി, വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ലെങ്കിലോ ആക്സിലറേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താ, ഡെൽറ്റ വി ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് യൂണിഫോം വെലോസിറ്റിയിൽ ഒരു ബോഡി പോവുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം അതിൻ്റെ വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല. നോൺ യൂണിഫോം വെലോസിറ്റിയിൽ ഒരു ബോഡി പോവുകയാണെങ്കിൽ മാത്രമാണ് അതിനെന്തുണ്ടാവുള്ളൂ, ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. കാരണം അപ്പോഴാണ് വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ആ ആക്സിലറേഷൻ്റെ ഫോർമുലയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. സോ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയ കാരണം കൊണ്ട് ആക്സിലറേഷനും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്തൊക്കെ വാല്യൂസ് വരാം, പോസിറ്റീവ് വാല്യൂസ് വരാം, നെഗറ്റീവ് വാല്യൂസ് വരാം, അതേപോലെ 0യും വരാം. ആക്സിലറേഷൻ്റെ യൂണിറ്റ് ആണ് എന്ത്, മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് SI യൂണിറ്റ് ആണ്. ബേസിക് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ടോപ്പിക്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ.